ഹരി ഓം. ശ്രീമന്നാരായണീയം ദശകം 64 ഗോവിന്ദാഭിഷേകം. ആലോക്യശൈലോദ്ധരണാതിരൂപം പ്രഭാവമുച്ചൈസ്തവ ഗോപലോക വിശ്വേശ്വരം ത്വാം അഭിമത്യ വിശ്വേ നന്ദം ഭവത് ജാതകമന്വപൃച്ഛൻ. ആലോക്യശൈലോദ്ധരണാതിരൂപം ഉദ്ധരണാതിരൂപം പ്രഭാവം ഉച്ചൈ സ്തവ ഗോപലോക ഉച്ചൈഹി തവ ലോക തവ ഗോപലോക വിശ്വേശ്വരം ത്വാം അഭിമത്യ വിശ്വേ നന്ദം ഭവത് ജാതകം അന്വപൃച്ഛൻ. ശ്ലോകം 2. ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവഃ പൂർവാധിക ത്വയ്യനുരാഗയേഷാം ഐധിഷ്ഠതാവത് ബഹുമാനഭാരഃ. പൂർവാധിക സ്ത്വയ്യനുരാഗ അല്ലെങ്കിൽ പൂർവാധിക, അവിടെ ഒരു വിസർഗമുണ്ട്. പൂർവാധിക സ്ത്വയ്യനുരാഗ യേഷാം ഐധിഷ്ഠ താവത് ബഹുമാനഭാരഃ. തതോ വമാനോദിതതത്വബോധഃ സുരാധിരാജ സഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവ സ നഷ്ടഗർവഃ സ്പൃഷ്ട്വാ, ഇവിടെ സ ഉള്ളതാണ് കേട്ടോ, ഗർവഃ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാഥേ. സ്നേഹസ്നുതസ്തൈ സ്നേഹഃ നുതൈ ത്വാം എന്നാണ്. ഒന്നിച്ച് വായിക്കുമ്പം സ്നേഹസ്നുതൈസ്ത്വാം സുരഭിപ്പയോഭിർ ഗോവിന്ദനാമാങ്കിതം അഭ്യഷിഞ്ചത് ഐരാവതോപാഹൃത ദിവ്യഗംഗാം പാദോഭിർ ഇന്ദ്രോപി ച ജാതഹർഷഃ. പാദോഭിർ ഇന്ദ്രോ പാദോഭിരിന്ദ്രോ ഒന്നിച്ച് പാദോഭിരിന്ദ്രോപി ച ജാതഹർഷഃ. അങ്ങനെ ഭഗവാനെ ആ ഗോവിന്ദ അഭിഷേകം എന്നുള്ള ആ ഭാഗമാണിത്. ഗോവിന്ദ ഗോവിന്ദ എന്നുള്ള തിരുനാമം ജപിച്ചുകൊണ്ട് എല്ലാവരോടെ അഭിഷേകം ചെയ്ത് അഭ്യഷിഞ്ചത് സുരഭി വന്ന് നിന്നു, പാല് കൊടുത്തു. ഗോവിന്ദ നാമാങ്കിതം, ആ പേര് വീണു ഭഗവാന്. പാലഭിഷേകവും ജലാഭിഷേകവും നടത്താറുണ്ട് ഈ സമയത്ത്, ഈ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ. ജഗത്രയേശ ത്വയി ഗോകുലേശേ തഥാഭിഷിക്തേ സതി ഗോപവാടഃ നാകേപി വൈകുണ്ഠപദേപ്യലഭ്യാം പദേപി അലഭ്യാം പദേ അപി അലഭ്യാം പദേപ്യലഭ്യാം ശ്രിയം പ്രപേദേ ഭവത പ്രഭാവാത്. അതിനകത്തൊന്നും ഒട്ടും പ്രയാസമുള്ളതില്ല കേട്ടോ. കദാചിത് അന്തർ യമുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണപൂരുഷേണ നീതസ്തം ആനേതും അഗാഃ പുരീം ത്വം താം വാരുണീം കാരണമർത്യരൂപഃ. കാരണമർത്യരൂപഃ എന്ന് വായിക്കുന്നത്. മർത്യൻ, മനുഷ്യൻ്റെ രൂപമെടുത്തിരിക്കുന്ന അങ്ങ്. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തത്ക്ഷണം ആത്മഗേഹം. ഉപാഗതസ്തത്ക്ഷണം ആത്മഗേഹം ഒന്നിച്ചത് എഴുതിയിരിക്കുന്നത്. ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത് തത് ചരിതം നിജേഭ്യഃ. പിതാവദത്തത് ചരിതം നിജേഭ്യഃ. ഒന്നിച്ച് വായിച്ചാലാണ് ഭംഗി കേട്ടോ, പിരിച്ച് വായിക്കുന്നതിലും. സസംഭ്രമം തേന ജലാധിപേന പ്രപൂജിതസ്ത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതസ്തക്ഷണമാത്മഗേഹം പിതാവദത്തത് ചരിതം നിജേഭ്യഃ. ഹരിം വിനിശ്ചിന്ത്യ ഭവന്തം ഏതാൻ ഭവത് പദാലോകന ബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തത് ദുരാപം അന്യൈ സ്ത്വം അതിദൃശസ്താൻ. ആ സൊക്കെ വിസർഗം വന്നതുകൊണ്ട് വന്നതാ, അത് അങ്ങനെ തന്നെ വായിച്ചാൽ മതി. ഒന്നിച്ച് വായിക്കാം ഒന്നുകൂടെ.
ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം തത് ദുരാപമന്യൈസ്ത്വം അതീദൃശസ്താൻ സ്ഫുരത് പരാനന്ദരസപ്രവാഹ പ്രപൂർണകൈവല്യമഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘാഃ ത്വയൈവ ഭൂമൻ പുനർ ഉദ്ധൃതാസ്തേ. ഒന്നുകൂടെ വായിക്കാം. സ്ഫുരത് പരാനന്ദരസപ്രവാഹ പ്രപൂർണകൈവല്യമഹാപയോധൗ ചിരം നിമഗ്നാ ഖലു ഗോപസംഘാ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. കരബദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാം ആമയേഭ്യഃ. എന്നുടെ വാക്കുകളൊന്ന് പിരിച്ച്. കരബദരവത് ഏവം ദേവകുത്രാവതാരേ പരപദം അനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ. ഒന്ന് വായിക്കുമ്പോൾ തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുര നിവാസിൻ പാഹി മാം ആമയേഭ്യ. പാഹി മാമാമയേഭ്യ. ഒന്നിച്ച്. കരബദരവദേവം ദേവകുത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം തദിഹ പശുപരൂപീ ത്വം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസിൻ പാഹി മാമാമയേഭ്യഃ. നാരായണ അഖിലഗുരോ ഭഗവൻ നമസ്തേ.